നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ വലിയ വിജയത്തിൽ നിർണായക സാന്നിധ്യമായി മുസ്ലിം ലീഗ്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ലീഗ് നേതൃത്വവും അണികളും പ്രചാരണത്തിൽ ഒറ്റക്കെട്ടായി മുൻനിരയിലുണ്ടായിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് കൈമെയ് മറന്നുള്ള ലീഗിന്റെ പ്രവർത്തനം. മുസ്ലിം ലീഗ് കോട്ടയിൽ നടക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പ്. അവിടെ ലക്ഷ്യം ജയം മാത്രമെന്ന് അണികൾക്ക് ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. പിന്നെ കണ്ടത് രാപ്പകലില്ലാത്ത അധ്വാനം, വോട്ട് ചോർച്ച വരാത്ത വിധമുള്ള ഏകോപനം. ലീഗിനെ പരസ്യമായി തള്ളിയയാൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായത് ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മറ്റാരെക്കാളും മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം മുന്നണിക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്നു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അണികളും അങ്കത്തട്ടിലേക്ക് ഒന്നാകെ ഇറങ്ങി. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തി. പ്രചാരണ തുടക്കത്തിൽ വിദേശത്തായിരുന്ന സാദിഖ് അലി തങ്ങൾ തിരിച്ചെത്തി ആര്യാടൻ ഷൗക്കത്തിനെ ആശ്ലേഷിച്ചത് അണികൾക്കും നൽകിയത് കൃത്യമായ സന്ദേശം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് യു.ഡി.എഫിന്റെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട് കയറിയുള്ള പ്രചാരണത്തിൽ ഉൾപ്പെടെ സജീവമായതും അണികൾക്ക് ആവേശമായി. ലീഗിന്റെ കൈമെയ് മറന്നുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവും ഡബിൾ ഹാപ്പി. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ യു.ഡി.എഫിനെ വിജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു തുടക്കം ഞങ്ങൾക്ക് നൽകണം. ഒടുവിൽ 11,077 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കയറുമ്പോൾ ആവേശത്തിമിർപ്പിലാണ് മുസ്ലിം ലീഗ് അണികൾ. അതിനിടയിൽ അവർ ഒരു കാര്യം കൂടി എതിർ ക്യാമ്പിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് പഴയ യു.ഡി.എഫ് അല്ല, ടീം യു.ഡി.എഫ്. ടീമിലെ കരുത്തുറ്റ താരമായി മുസ്ലിം ലീഗും. മുഹമ്മദ് ഷംസീർ, ടീം മീഡിയ 1, നിലമ്പൂർ.